ഹലോ കൂട്ടുകാരി, നിക്സിസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ഷീണവും ദാഹവും ഒക്കെ മാറുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഒന്ന് പോയി നോക്കിയിട്ട് വന്നല്ലോ. ഈ ചൂട് സമയത്ത് നമ്മുടെ ദേഹം തണുപ്പിക്കാൻ പറ്റിയൊരു ഡ്രിങ്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കരിക്ക് വെച്ചിട്ടുള്ള ഡ്രിങ്കാണ് ഇത്. ഒന്ന് തണുപ്പിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും ഈ കരിക്കിൻ്റെ വെള്ളം. പിന്നെ ഈ കരിക്ക് എടുക്കുമ്പോൾ അതിലെ ബാക്കിലുള്ള ആ കളർ ചേഞ്ച് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ മുറിച്ച് കളയണം. അതിൻ്റെ ഒരു ബ്രൗൺ കളറിൽ വരുന്നതെല്ലാം നമ്മളതും ചെത്തി കളയണം. ആ ബ്രൗൺ കളർ കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജ്യൂസിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അതുകൊണ്ടാണ് അത് കളയണമെന്ന് പറയുന്നത്. ഇത് നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. അത് കഴിയുമ്പോൾ നമ്മൾ ഈ കരിക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇടുക. അതുപോലെ തന്നെ കരിക്കിൻ്റെ വെള്ളം, വേറെ വെള്ളമൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നന്നായി തണുപ്പിച്ചെടുത്ത കരിക്കിൻ്റെ വെള്ളം, അതുപോലെ ആവശ്യത്തിന് പഞ്ചസാര, ഇത് മൂന്നും കൂടിയിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. കുറച്ച് ലൂസായിട്ട് തന്നെ എടുക്കണം. അപ്പോഴാണ് നമുക്ക് ദാഹം മാറാനൊക്കെ നല്ലത്. കരിക്കിൻ്റെ വെള്ളം എടുക്കുമ്പോൾ അതൊന്ന് അരിച്ചെടുക്കുക. അതിലെ പൊടിയൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് അരിച്ചെടുക്കാൻ പറയുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം അടിക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എല്ലാ വെള്ളവും ഒന്നിച്ചൊഴിച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കാം. പഞ്ചസാരയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് എടുക്കുക. പക്ഷേ ഈ ഒരു ഡ്രിങ്കിന് പഞ്ചസാര അധികം ഇടാതിരിക്കുന്നതാണ് നല്ലത്. പഞ്ചസാര ഇല്ലാതെയും ഇത് നല്ല ടേസ്റ്റുള്ള ഒരു ഡ്രിങ്കാണ്. സാധാരണ ഷേക്കുകളൊക്കെ ഉണ്ടാക്കുന്ന അത്രയും തിക്നെസ് വേണ്ട. അത് സാധാരണ ഒരു പാലിൻ്റെ കട്ടിയിലാണ് എടുക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് ഒരു വാനില ഫ്ലേവറിലുള്ള ഐസ്ക്രീമും കൂടി ചേർക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഞാൻ എന്തായാലും ചേർക്കുന്നില്ല. ഇത് ഇതുപോലെ തന്നെ എടുക്കാനാണ് എനിക്കിഷ്ടം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനും, അതുപോലെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഈ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് തരണം കേട്ടോ.